നമസ്കാരം. എൻ്റെ പുതിയ ചാനലായ മയാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഫുഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ യക്നി പുലാവ് എന്ന് പറയുന്നുണ്ട്. ഈ പുലാവ് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ്. വളരെ കുറച്ച് ഐറ്റം കൊണ്ട് നമുക്കിതിനെ തയ്യാറാക്കാം. ഇതിൽ ഞാൻ തൈരോ നെയ്യോ യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ട് നമുക്കിതിനെ തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ പുലാവ് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാൻ 6 സവാള എടുത്തു. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് പേസ്റ്റിന് ആവശ്യമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കണം. 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്. ഇത് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുത്തു. മസാലകൾ ഞാൻ എല്ലാം ഈ 2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഗരം മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത് ഈ പുലാവിന് വേണ്ടി. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഈ മസാലകളെല്ലാം അതിനകത്തിട്ട് ഉപ്പിടുക. എന്നിട്ട് ഒരു നാരങ്ങാ നീരൊഴിക്കുക. അതിൻ്റെ മുകളിൽ മിൻറ്റ് ലീവ് ഇടുക. മിൻറ്റ് ലീവ് ഇട്ടിട്ട് നല്ലപോലെ ഈ മസാല ഈ ചിക്കനും നല്ലപോലെ കൈകൊണ്ട് കുഴച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സമയം നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പാത്രം വെച്ച് വെള്ളം വെച്ചു. വെള്ളം നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കണം. ഒരു 2-3 ഇലാച്ചി ഇട്ട് കൊടുക്കണം. കറുത്തിലാച്ചി ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കറുത്തിലാച്ചി ഒരെണ്ണം. നമ്മൾ പെരുംജീരകം അതിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ആ ഉള്ളി, കുറച്ച് ഉള്ളി എടുത്ത് ആ വെള്ളത്തിനകത്ത് ഇടുക. വെള്ളം നല്ലപോലെ തിളച്ചോട്ടെ. നമ്മുടെ ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചിക്കൻ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. നമ്മളൊരു പാൻ വെച്ച് നമ്മൾ ഉപയോഗിച്ച ഉള്ളി വറുത്ത എണ്ണ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ എണ്ണയെ ഒരു 3 സ്പൂൺ നമ്മൾ അതിനകത്ത് പാനിനകത്ത് ഒഴിച്ചു. നമ്മൾ ചിക്കൻ അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ കവർ ചെയ്യുക. അടപ്പുകൊണ്ട് അടയ്ക്കുക. പിന്നെ നമ്മളൊന്നും ചെയ്യരുത്. ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ തുറന്നുകൂടി നോക്കരുത്. ഇതേ സമയം നമ്മുടെ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചു. നമ്മൾ അരി ഇട്ട് കൊടുത്തു. ചോറ് 80% നമ്മൾ ഈ അരി വേകാവും. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ നമുക്ക് ചിക്കൻ നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കന്. പിന്നെ അടച്ചു വെച്ചു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിക്കൻ തയ്യാറാവും. അപ്പോൾ നമ്മൾ അരി ഇട്ടു, അരിയൊക്കെ വേകാറായി. ഒരു 80% വെന്തു. ഞാനത് ഊറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായി. ചിക്കൻ നല്ലപോലെ വെന്തു. കുറച്ച് പകുതി ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ചോറ് തയ്യാറായി, നമ്മുടെ ചിക്കൻ തയ്യാറായി. പകുതി ചിക്കൻ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ പാനിലുള്ള ചിക്കനകത്ത് നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുത്തു വെച്ചു. 3 ലെയറാണ് ഞാനിത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച ചിക്കന് അതിൻ്റെ മുകളിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് കാഷ്നട്ട് എടുത്തു വറുത്ത് മാറ്റി വെച്ചു ഇതിനിടയിൽ. അപ്പോൾ 3ാമത്തെ ലെയർ ഞാൻ ചോറൊക്കെ ഇട്ടു. ഞാൻ ആ വറുത്ത് വെച്ചിരുന്ന ഉള്ളി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തു. കാഷ്നട്ട് ഇട്ടു നല്ലപോലെ. എന്നിട്ട് മിൻറ്റ് ലീഫ് അതിൻ്റെ മുകളിൽ ഇട്ടു. എന്നിട്ട് അടച്ചു വെച്ച് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തില്ല. ഗ്യാസ് സിം ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് ഒരു സ്റ്റീം വരണം. നമ്മൾ 10 മിനിറ്റ് യക്നി പുലാവ് സ്റ്റീം ചെയ്തു. നമ്മുടെ ഇവിടെ യക്നി പുലാവ് തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീട്ടിൽ ട്രൈ ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ ദയവായി അറിയിക്കുക. നമസ്കാരം.